ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുരം ചാനൽ. ഇന്ന് വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ്. 5ാം ക്ലാസ്സിലെ പേജ് നമ്പർ 28 4ഉം 5ഉം പ്രവർത്തനങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഇതിനകത്ത് ഇടാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ കൊടുക്കുക. എത്രയോ പേർക്ക് കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആ പ്രയാസം ഒരു നാളിൽ അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ഞാൻ ഇതെല്ലാം ഇടുന്നത്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രയോജനം കിട്ടിയാൽ, ഏതെങ്കിലും ഒരു അധ്യാപക സുഹൃത്തിന് പ്രയോജനം കിട്ടിയാൽ, ഏതെങ്കിലും മാതാപിതാക്കൾക്ക് പ്രയോജനം കിട്ടിയാൽ എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം കിട്ടട്ടെ. ഓക്കെ, നമുക്ക് 4ാമത്തെ പ്രവർത്തനത്തിലേക്ക് കയറാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, there are some numbers which read the same when the digits are put in the reverse order. For example, ഇവിടെ 46,764 തന്നിട്ടുണ്ട്. such numbers are called palindromic numbers എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഇങ്ങനെയുള്ള സംഖ്യയിലാണ് ഈ പാലിൻഡ്രോമിക്. ഞാൻ ഈ പാലിൻഡ്രോമിക് സംഖ്യകളെ കുറിച്ച് വിശദമായി നല്ലൊരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതല്ലെങ്കിൽ നിങ്ങൾ ഗണിതം മധുരം പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. അതിനകത്ത് വളരെ വിശദമായിട്ട് അത് മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതായാലും ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് പറയാം. 46,764 നോക്കൂ, 46,764. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സംഖ്യ ഒന്ന് നോക്കൂ. 46,764 തിരിച്ചൊന്ന് വായിച്ചു നോക്കുക. 46,764. അതായത് അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന സംഖ്യയിലാണ് ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കനക, കനക. തിരിച്ചിങ്ങോട്ട് വായിച്ചു നോക്കൂ, കനക. ഇതേപോലെയുള്ള സംഖ്യയിലാണ് ഇരുവഴി സംഖ്യകൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ചോദ്യങ്ങളുടെ ആൻസറുകൾ കണ്ടുപിടിക്കാനാണ്. 1ാമത്തെ ചോദ്യം, 2 അക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളുണ്ട്? ഹൗ മെനി 2-digit numbers ആർ പാലിൻഡ്രോംസ്? നിങ്ങൾ ആ സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം എഴുതാൻ. അതായത് 2 അക്ക സംഖ്യകളിൽ ആകെ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? ഈ എളുപ്പമാണ്, നമ്മൾ പഠിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇപ്പൊ 12 തിരിച്ചു വായിച്ചാൽ 12 അല്ല വായിക്കുക, 1 ഇവിടെ വരണം. അപ്പൊ 12 ഒരിക്കലും ഇരുവഴി സംഖ്യ അല്ല. അപ്പൊ ഈ 2ന് പകരം നമ്മൾ 11 എഴുതി നോക്കൂ. അങ്ങോട്ട് വായിച്ചാലും 11, ഇങ്ങോട്ട് വായിച്ചാലും 11. അപ്പൊ എളുപ്പമായി, ഒരെണ്ണം കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമല്ലോ. ഏതാണ്? 22, 33, 44, 55, 66, 77, 88, 99. ഇത്രയേ ഉള്ളൂ. എത്ര ഉണ്ട്? നമ്മൾ പറഞ്ഞു ഒരേ അക്കം തന്നെ വരുന്ന 2 എത്ര സംഖ്യകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ 9 സംഖ്യകളാണ് വരിക. നോക്കൂ, നമ്മുടെ 2 അക്ക സംഖ്യകളിൽ ആകെ വരുന്ന ഇരുവഴി സംഖ്യകൾ പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് 9 ആണ്. എണ്ണി നോക്കാം. 1, 2 ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 9 ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി 3-digit numbers, അതായത് 3 അക്ക സംഖ്യകളിലോ. അപ്പൊ 3 അക്ക സംഖ്യകളിൽ കിട്ടണമെങ്കിൽ എളുപ്പമാണ്. ഇതിന്റെ കൂടെ ഈ അക്കം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ 1, ഇവിടെ 2 കൂടെ ഇട്ടു. 333, 4, 5, 6, 7, 8, 9. ഇതെല്ലാം ഇരുവഴി സംഖ്യയിലാണ്. അങ്ങോട്ടും വായിക്കാം, ഇങ്ങോട്ടും വായിക്കാം. അപ്പൊ 9 ഇവിടെ കിട്ടി. തീർന്നോ? ഇല്ല. ഇനി നമുക്ക് എങ്ങനെ എഴുതാം?
ഈ നടുക്ക് രണ്ട് അക്കങ്ങളുടെ നടുക്ക് വേറെ ഏത് അക്കം വന്നാലും നമുക്ക് വായിക്കാം. അപ്പൊ ഇതിന്റെ ഒക്കെ നടുക്ക് ഈ 1 2 3 4 ഉള്ളത് മാറ്റി കഴിഞ്ഞിട്ട് വേറൊരക്ക എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇരുവഴി സംഖ്യ ആവും. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും നമുക്കൊരു 3 അക്ക ഇരുവഴി സംഖ്യ ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് നോക്കാം, 10. ഈ അക്കം തന്നെ ഇവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. 3 അക്ക ഇരുവഴി സംഖ്യ ആയില്ലേ? 11. വീണ്ടും ഒന്നും കൂടെ എഴുതി, ഒരു 3 അക്ക ഇരുവഴി സംഖ്യയായി. ഇനി നോക്കാം, 12 എഴുതി. ഈ 1 തന്നെ ഇവിടെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പൊ 45 എഴുതി, അപ്പൊ ഈ 4 തന്നെ ഇവിടെ ഒന്നുകൂടെ എഴുതി വെക്കുക, ഇരുവഴി സംഖ്യയായി. അപ്പൊ അതായത് ഏത് രണ്ടക്ക സംഖ്യയിൽ നിന്നും നമുക്കൊരു 3 അക്ക ഇരുവഴി സംഖ്യ ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഒന്ന് ഓർമ്മിച്ച് നോക്കി അറിയാം, എത്ര രണ്ടക്ക സംഖ്യയിലുണ്ട്? നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99. അതിൽ നിന്ന് ഒരക്കം വരുന്നത് 9 എണ്ണം അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ ആകെ എത്ര രണ്ടക്ക സംഖ്യയിലാണുള്ളത്? 90. അപ്പൊ ഈ 90 രണ്ടക്ക സംഖ്യകളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 3 അക്ക ഇരുവഴി സംഖ്യ ഉണ്ടാക്കാം. അതായത് ആദ്യം എഴുതിയത് രണ്ടാമത്, മൂന്നാമത് ഒന്നും കൂടെ എഴുതിയാൽ മതി. ഇപ്പൊ 98 എഴുതി, ഈ 9 ഒന്നും കൂടെ എഴുതുക, 26 എഴുതി, ഈ 2 ഒന്നും കൂടെ എഴുതുക. ഇതേ രീതിയിൽ എഴുതി 90 രണ്ടക്ക സംഖ്യകളിൽ നിന്നും നമുക്ക് 3 അക്ക ഇരുവഴി സംഖ്യ ഉണ്ടാക്കാം. അപ്പൊ അതിന്റെ ആൻസർ ആയല്ലോ. എത്ര 3 അക്ക ഇരുവഴി സംഖ്യയിൽ ഉണ്ടാക്കാം? 90. ചിലരൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ചില കുട്ടികൾ കൂടുതൽ ചിന്തിക്കുന്നവരാ, ടീച്ചറെ വേറെയും വഴിയുണ്ടല്ലോ. ഉണ്ട്, നോക്കൂ. ഇങ്ങനെ നോക്കുമ്പോ ഇത് ആദ്യത്തെ സംഖ്യ നമുക്കറിയാം, ഇത് രണ്ടക്ക സംഖ്യയാണ് അല്ലെ? 10, 11, 12, 13, 14, 15 ഇങ്ങനെ ആദ്യത്തെ ഒരക്കം കൂടെ എഴുതി വെച്ചു. ഇങ്ങനെ എഴുതിയാൽ നമുക്കറിയാം ഇവിടെ 191 അത് അടുത്ത് വരുമ്പോ 200 മുകളിലേക്കാണ് വരിക. അപ്പൊ 200 വരെ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 10 എണ്ണം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നോക്കൂ, 200 വരെ 10, 300, 400, 500, 600, 700, 800, 900, 1999 ആകുമ്പോൾ അങ്ങനെ 9 പ്രാവശ്യം 10 എണ്ണം ഉണ്ടാക്കാം. അപ്പൊ ആ രീതിയിൽ 10 × 9 സമയം എത്രയാണ്? 90 3 അക്ക ഇരുവഴി സംഖ്യകൾ, 3 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. കൂട്ടുകാർക്ക് ഇപ്പം ഇതും കൂടെ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. പല രീതിയിലാണ്, നിങ്ങൾ തന്നെ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു മെത്തേഡാണ്, 1 2 ഒക്കെ ഇവിടെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടെത്തുക. സംഖ്യകളുമായി കൂട്ടുകൂടിയ ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ. നിങ്ങളും സംഖ്യകളുമായിട്ട് കൂട്ടുകൂടുക. പിന്നെ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ കാണാൻ മറക്കണ്ട. അടുത്ത ഇതിനകത്ത് ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, 4 അക്ക സംഖ്യകളായാലോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 4 അക്ക ഇരുവഴി സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ 10 എഴുതി, ഈ 10 തിരിച്ചിടുക, 0 1 അല്ലെ? അടുത്ത നോക്കൂ, ഇത് തന്നെ നമുക്ക് എഴുതാം, 11 എഴുതി, ഇത് തിരിച്ചിടുക, അപ്പൊ എങ്ങനെ വരും? അപ്പൊ 11 തന്നെ വരും. ഇനി 12 എഴുതി, ഈ 12 തിരിച്ചെഴുതുക, അപ്പൊ എന്ത് വരും? 21. ഈ രീതിയിൽ നമുക്ക് എഴുതിയാൽ നമുക്കറിയാം 2000 വരെ 9 എണ്ണം പറ്റും. 2000 വരെ എത്ര എണ്ണം പറ്റും? 9 എണ്ണം. പിന്നെയോ ഈ 2000 കഴിഞ്ഞ് 3000, 4000 അങ്ങനെ 10000 തൊട്ട് താഴെ 9999 വരെ. അപ്പൊ ഇതേപോലെ 10 × 9 ഈ 10 എണ്ണമുള്ള 9 സെറ്റ് കിട്ടും. അപ്പോഴും നമുക്ക് കിട്ടും 90. ഇതല്ലാതെ മറ്റൊരു ചിന്തയും കൂടിയുണ്ട്. എല്ലാ രണ്ടക്കം നമുക്കറിയാം, ഈ രണ്ടക്കം എഴുതി അത് തിരിച്ചെഴുതുമ്പോഴാണ് നമുക്ക് അടുത്ത 4 അക്ക ഇരുവഴി സംഖ്യ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെയുള്ള രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണാണ് വരിക? 90. ഈ 90 എണ്ണം എഴുതിയിട്ട് ഇതേപോലെ തിരിച്ചെഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 4 അക്ക ഇരുവഴി സംഖ്യ കിട്ടും. 4 അക്ക 4 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്ര 4 അക്ക ഇരുവഴി സംഖ്യയിലുണ്ട്? 90 4 അക്ക ഇരുവഴി സംഖ്യയിലുണ്ട്. 90 ആണ് വരിക. ഓക്കെ ആയല്ലോ. ഏത് 4 അക്ക സംഖ്യകൾ പരിശോധിച്ചാലും രണ്ടക്ക സംഖ്യകൾ തിരിച്ചെഴുതുമ്പോഴാണ് 4 അക്ക സംഖ്യകൾ കിട്ടുന്നത്.
പിന്നെ ഏത് രണ്ടക്ക സംഖ്യകളിൽ നിന്നും ഒരേ ഒരു 4 അക്ക ഇരുവഴി സംഖ്യ കിട്ടും. നിങ്ങൾ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെക്കുക, മറക്കാം. ഇനി 5ാമത്തെ ചോദ്യം പറഞ്ഞുതരാം. ഹൗ മെനി 4-digit numbers can be made using all the digits 1, 2, 3, 4? അതായത് 1, 2, 3, 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? നമ്മൾ പഠിച്ചതാണ്. 1, 2, 3, 4 ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന 4 അക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 3 അക്ക സംഖ്യകൾ എത്ര എണ്ണാണ് വരിക? 6 എണ്ണാണ് വരിക. അതിന്റെ ഓരോന്ന് 1000ത്തിന്റെ സ്ഥാനത്ത് 1 വരും, 2 വരും, 3 വരും, 4 വരും. അപ്പൊ 6 എണ്ണത്തിലും 1000ത്തിന്റെ സ്ഥാനത്ത് 1 വരും. ആ രീതിയിൽ നമ്മൾ പഠിച്ചു. പിന്നെ ട്രിക്കും പഠിച്ചു. 1 ഗുണിക്കണം 2 ഗുണിക്കണം 3 ഗുണിക്കണം 4 24 4 അക്ക സംഖ്യ ഉണ്ടാക്കാം. ഇനി പറഞ്ഞിരിക്കുന്ന അതല്ല, വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ്? അതായത് ഈ 24 സംഖ്യകളും തമ്മിൽ കൂട്ടിയാൽ ആകെ എത്ര കിട്ടും? വല്ലാത്തൊരു എടങ്ങേറ് പിടിച്ച ചോദ്യല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഇതിൽ പരം എടങ്ങേറ് പിടിച്ച ചോദ്യം എന്താണ്? പക്ഷെ ചിന്തിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ഇതൊരു എടങ്ങേറേയാണ്. ഞാൻ ആ സംഖ്യകൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ആ സംഖ്യയിൽ എഴുതിയത് നിങ്ങൾ തന്നെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. 24 സംഖ്യകൾ എഴുതി കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ ശരിക്കും വരുന്നത് 1000ങ്ങളുടെ തുക ആദ്യം കണ്ടുപിടിക്കുക. 1000 വരും, കൂട്ടണം 2000 കൂട്ടണം 3000 കൂട്ടണം 4000. അപ്പൊ ആകെ എത്രയാണ് കിട്ടുക? 10000 നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ എത്ര സെറ്റ് കിട്ടുന്നുണ്ട്? 6 സെറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 10000 × 6 = 60000 നമുക്ക് കിട്ടുന്നത്. ഇത് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4. ഇത് 1000 മാത്രം, അത് മാത്രം എടുക്കുകയാണ്. ഇത് മാത്രം എടുക്കുമ്പോൾ 10 കിട്ടും. 10 × നമുക്കിത് 1000ത്തിന്റെ സ്ഥാനത്താണ്, അതുകൊണ്ട് 1000. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ കിട്ടിയ 10000 തന്നെ നമുക്ക് കിട്ടും. ഈ 10000ത്തെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60000 കിട്ടുന്നു. അപ്പൊ എത്ര ആയിരങ്ങളുണ്ട്? 60000. ഇങ്ങനെ ആയാൽ എത്ര നൂറുകളുണ്ട്? അപ്പൊ നമുക്കിങ്ങനെ 100, 200 എന്ന് കൂട്ടാം. അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾ ഇവിടെ കണ്ട് പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്? 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4. ഇത് കൂട്ടി കഴിഞ്ഞാൽ 10 ആണ്. 10 നൂറുകൾ എന്ന് പറയുന്നത് 1000 1000 × 6 എത്രയായിട്ട്? 6000. അപ്പൊ ഇത്രയും നൂറുകൾ. ഇനി എത്ര 10കൾ കിട്ടും? അത് ഇത് തന്നെ എഴുതിയാൽ മതി. 1 കൂട്ടണം 2 കൂട്ടണം 3 കൂട്ടണം 4 = 10. 10 × 10കളുടെ എണ്ണം അപ്പൊ 100 വരും. അങ്ങനെ 6 സെറ്റ്. അപ്പൊ 100 × 6 600 വരും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം 10കൾ കഴിഞ്ഞു. ഇനി 1കളാണ് വരിക. അപ്പൊ ഇത് 10 10 അങ്ങനെ 6 വരും അല്ലെ? അപ്പൊ 60 1കളും വരും. ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി ഇവയുടെ തുക കൂട്ടണം. നമുക്കറിയാം ഇവിടെ നമ്മൾ 60000 കണ്ടു, ഇവിടെ 6000 കണ്ടു, ഇവിടെ 600 കണ്ടു, ഇവിടെ 60 കണ്ടു. ഇവിടെ ഒന്ന് എഴുതി കൂട്ടാം. 60000 6000 600 60. ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ 0 6 6 6 6 66660 കിട്ടുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതേ രീതി മാത്രമേ കിട്ടുള്ളൂ? ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും. അല്ല, വേറൊരു രീതിയും കൂടിയുണ്ട്. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തുക. 24 സംഖ്യകൾ എഴുതി കൂട്ടാതെയാണ് നമ്മൾ ചെയ്തത്. ഇനി വേറൊരു രീതി നോക്കിക്കോളൂ. 1234 4 സംഖ്യകൾ ഒരെണ്ണായിരിക്കും. ഇത് തിരിച്ചിങ്ങനെ എഴുതുകയാണ്. 4321. ഈ സെറ്റ് നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ. ഇങ്ങനെ കൂട്ടുമ്പോൾ ഇവിടെ 5 വരും. 5 5 5. വേറൊന്ന് എഴുതി നോക്കാം. 2341. അപ്പൊ ഞാൻ എഴുതും 3200. നോക്കാം, ഇതൊക്കെ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്.
നമുക്കൊന്ന് നോക്കാം. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5. നിങ്ങൾ ആ എഴുതിയ സംഖ്യകളൊന്ന് പരിശോധിക്കുക. നിങ്ങൾ എഴുതിയതിൽ ഇതേപോലെ എടുക്കാൻ പറ്റുന്ന 12 ജോഡി ഉണ്ടാവും. 24 എണ്ണം, അതിൽ 12 ജോഡി ഇതേപോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന്റെ തുക എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്യണം? 5555 ഗുണിക്കണം 12. ഈ 12 എന്ന് പറഞ്ഞത് 24ന്റെ പകുതി. കാരണം 2 നാലക്ക സംഖ്യകൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ സെറ്റ് കിട്ടുക. അതുകൊണ്ടാണ് 12 വന്നത്. ഇനി ഇതിലൊന്നും ഗുണിച്ചു നോക്കാം. നമുക്കറിയാം ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുകയാണ് ഏറ്റവും എളുപ്പം. 12 എന്നുള്ളത് 10 + 2 ആയിട്ട് എടുക്കുക. 12 അങ്ങനെ വരുമ്പോൾ 5555നെ 10 കൊണ്ട് ഗുണിച്ചാൽ 55,550 കിട്ടുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് കൂടെ ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ഇരട്ടി കണ്ടാൽ മതി. ഇതിന്റെ ഇരട്ടി കാണുമ്പം നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 1110 വരുന്നത്. ഇനി നമുക്ക് ഇത് കൂട്ടുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ 12 കൊണ്ട് എഴുതി അങ്ങോട്ട് ഗുണിക്കാൻ. വേറെ ഒരു പ്രശ്നവും ഇല്ല. ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 66,660 തന്നെ കിട്ടും. അപ്പൊ ചില കുട്ടികൾ പറയുന്നുണ്ടാവും, ഓ ടീച്ചറെ ഇതല്ലേ എളുപ്പം, ഇതാ എളുപ്പം, നിങ്ങൾ ഇത് ചെയ്തോളൂ. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ നമ്മൾ 24 സംഖ്യയിൽ എഴുതിയിട്ടുണ്ട്. ഇതേപോലെയുള്ള ജോഡികൾ നിങ്ങളൊന്ന് കണ്ടെത്തുക. അത് കണ്ടെത്തിയിട്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്യുക. ഒരു പ്രാവശ്യം എന്തായാലും അങ്ങനെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മറന്നങ്ങ് പോകും. നമ്മൾ ചെയ്ത് പഠിക്കേ പറ്റുള്ളൂ കണക്ക്. അതേപോലെ അതിന്റെ മറ്റൊരു ട്രിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കറിയാം ആയിരത്തിന്റെ സ്ഥാനത്ത് 1 6 പ്രാവശ്യം വരും. 1 6 പ്രാവശ്യം വരിക പറഞ്ഞാൽ 1 1000ത്തിന്റെ സ്ഥാനത്താണ് 6 പ്രാവശ്യം വരുന്നത്. അതേപോലെ 2ഉം 3ഉം 4ഉം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഈ 24 സംഖ്യയുടെ തുക നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് ക്ലാസ്സിൽ ഒന്ന് ചർച്ച ചെയ്യുക. ചർച്ച ചെയ്തിട്ട് അതും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. പിന്നെ ഇതിനകത്ത് സൈഡ് ബോക്സിൽ ഒരു കാപ്രേക്കർ സ്ഥിരസംഖ്യ, കാപ്രേക്കർ കോൺസ്റ്റന്റ്, അത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് മാത്രമായിട്ടാണ്, ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ആണ്. അതുകൊണ്ട് ഞാനത് ഇനി വീണ്ടും ഇടുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കാപ്രേക്കർ സംഖ്യ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് വായിച്ചതിന് ശേഷം ഞാൻ ഇട്ട വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ താഴെ ഞാൻ ഇടാം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുപഠിക്കുക, കൃത്യമായിട്ട് നിങ്ങൾ എഴുതുകയും ചെയ്യുക. ഇതൊക്കെ ക്വിസിന് ചോദിക്കും, മറ്റുള്ള PSC എക്സാമുകൾക്ക് ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. ഒരു 3ഓ 4ഓ സംഖ്യയിലെടുത്ത് നിങ്ങൾ അത് പരിശോധിച്ച് നോക്കണം. അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ നമ്പർ വേൾഡ് സംഖ്യാലോകം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കണ്ടുപഠിക്കുക. ഇനി അടുത്ത പാഠത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.